നമസ്കാരം. സുഖമാണെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. നല്ല വിശേഷമാണെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചോട്ടെ. ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് സുഖമാണോ? എന്താ പറയണ്ടേ? എനിക്ക് സുഖമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓക്കെ, നമുക്കൊരു അക്ഷരം പഠിച്ചാലോ? വേറൊരു അക്ഷരം പഠിച്ചാലോ? കുറച്ചും കൂടി എളുപ്പമുള്ളൊരു അക്ഷര, പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. അതിന് മുമ്പ് ടീച്ചർ ചില ക്ലാസ്സുകളിൽ പറയാറുള്ള പോലെ ചെറിയ മെസ്സേജ് തരാം, എന്നിട്ട് ക്ലാസ്സിലേക്ക് പോവാം. ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു താങ്ക് യു പറയണം അല്ലേ? വേറൊരു ക്ലാസ്സിൽ നമ്മൾ കേട്ടു സോറി പറയണം. വേണ്ടേ? താങ്ക് യു പറയണം എപ്പോഴാ? ആരെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്താൽ എന്താ പറയുക? ആരെങ്കിലും നമ്മളെ സഹായിച്ചാൽ എന്താ പറയുക? ഹെൽപ്പ് ചെയ്താൽ എന്താ പറയുക? താങ്ക് യു. ആരോടെങ്കിലും നമ്മൾ തെറ്റ് ചെയ്തു പോയാലോ, നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് അറിയാതെ പറ്റിയാലോ നമുക്ക് സോറി അല്ലേ, ക്ഷമിക്കണം എന്ന് പറയണം. ഇന്ന് പഠിക്കണം എന്താണെന്നറിയോ? നമുക്ക് എന്തെങ്കിലും ഒരാവശ്യമുണ്ട്, നമുക്ക് എന്തെങ്കിലും കാര്യം സാധിച്ചു കിട്ടണം അല്ലേ? നമുക്ക് ഓടിച്ചെന്ന് തട്ടിപ്പറിച്ച് വാങ്ങാൻ പറ്റുമോ? എനിക്കിങ്ങോട്ട് വേണം, പറ്റുമോ? എനിക്കിപ്പോൾ കിട്ടണം എന്ന് പറയാൻ പറ്റുമോ? അത് നല്ല കാര്യമാണോ? അങ്ങനെ ചെയ്യണത് നല്ല കാര്യമാണോ? എനിക്ക് വേണം, എനിക്കിതാ, അങ്ങനെ നമുക്ക് ദേഷ്യപ്പെട്ട് പറയാൻ പറ്റുമോ? പറ്റുമോ? അങ്ങനെ പറയാമോ? പാടില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചോദിക്കണ്ടേ? എങ്ങനെയാ അത് ചോദിക്കുക? പ്ലീസ്. എന്താ ചോദിക്കുക? പ്ലീസ്, ദയവ് ചെയ്ത് എനിക്ക് ഈ പേന ഒന്ന് തരുമോ? ദയവായി എനിക്ക് പെൻസിൽ ഒന്ന് തരുമോ? മനസ്സിലായോ? അങ്ങനെയാണ് ചോദിക്കേണ്ടത്. അപ്പം നമ്മൾ താങ്ക് യു പറയാൻ പഠിച്ചു, സോറി പറയാൻ പഠിച്ചു. ഇപ്പം എന്താ പഠിച്ചേ? പ്ലീസ്. എന്താണ്? പ്ലീസ് ഗിവ് മി എ പെൻ, ഗിവ് മി എ ചാൻസ് അല്ലേ? അതേപോലെ ദയവായി എനിക്ക് ആ പേനയൊന്ന് തരുമോ, ആ ബുക്കൊന്ന് തരുമോ? അപ്പം എന്താ നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കണ്ടേ? ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ്. എന്താണ്? പ്ലീസ്, ദയവായി എനിക്കത് തരുമോ? പ്ലീസ് ടെൽ മീ, ദയവായി എന്നോടൊന്ന് പറയൂ, ദയവ് ചെയ്ത് എന്നോടൊന്ന് പറയുമോ അല്ലേ? ഓടിച്ചെന്ന് എന്നോടൊന്ന് പറ, എനിക്കിത് വേണം, എനിക്കിത് താ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. എങ്ങനെയാ പറയണ്ടേ? പ്ലീസ്, ദയവായി എന്നോട് പറയുമോ, ദയവായി എനിക്ക് ആ പേന തരുമോ, ദയവായി എന്നെ അവിടെ ഇരുത്തുമോ, അങ്ങനെ വേണം ചോദിക്കാനായിട്ട് കേട്ടോ. നമുക്കൊരു ഹെൽപ്പ് വേണ്ടി വന്നാൽ പ്ലീസ് പറയണം. ഓക്കെ അല്ലേ? അടുത്ത അക്ഷരം പഠിച്ചാലോ? ഓക്കെ. അപ്പോൾ ഓരോ ക്ലാസ്സിലും നമുക്ക്, എല്ലാ ക്ലാസ്സിലും അല്ലെങ്കിലും ചില ക്ലാസ്സിലൊക്കെ നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു മെസ്സേജുകൾ പഠിക്കാം. ഒപ്പം എന്ത് ചെയ്യാം? അക്ഷരവും പഠിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരക്ഷരവുമായിട്ട് സാമ്യമുണ്ട്. ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുള്ള ഒരു അക്ഷരവുമായിട്ട്, ഒരു ഇംഗ്ലീഷ് ലെറ്ററുമായിട്ട്
ചേർച്ചയുണ്ട്. ആ അക്ഷരമാണ്. ടീച്ചർ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് പിടികിട്ടും നിങ്ങൾക്ക്. ടീച്ചർ ഇത് എഴുതുമ്പോൾ പെട്ടെന്ന് പിടികിട്ടും. ഇംഗ്ലീഷ് ലെറ്റർ അല്ല ടീച്ചർ പഠിപ്പിക്കുന്നത്, മലയാളം അക്ഷരമാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിലൊരു അക്ഷരവുമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അത് എഴുതാൻ പറ്റും. മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇത് പറയുന്നത് കേട്ടോ. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇത് പറയുന്നത്. നമ്മൾ പഠിക്കുന്നത് ഏത് ഭാഷയാണ്? ഇംഗ്ലീഷാണോ മലയാളമാണോ? പറ. മലയാളം. നമ്മൾ പഠിക്കുന്നത് മലയാളമാണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ടീച്ചർ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ശ്രദ്ധിക്കുക. കണ്ട, ഇംഗ്ലീഷിൽ ഏത് അക്ഷരമായിട്ടാണ് ചേർന്ന് പോകുന്നത്? ഇംഗ്ലീഷിൽ ഏതെങ്കിലും അക്ഷരം ഓർമ്മ വന്നോ? ഏതാണ്? യെസ് അല്ലേ? പക്ഷെ നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരമല്ല, മലയാളം അക്ഷരമാണ്. അതോർമ്മ വേണം. ഓക്കെ? മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇംഗ്ലീഷ് ലെറ്റർ എന്ന് പറഞ്ഞത്. പഠിക്കുന്നത് ഏതക്ഷരമാണ്? മലയാള അക്ഷരം. ഈ അക്ഷരത്തെ എന്ത് പേരാണ് പറയുന്നത്? ട. എന്താണ്? ട. ഒന്ന് പറഞ്ഞേ. ട. സിമ്പിളായിട്ട് പറയുക. ട. പറഞ്ഞേ. ട. ട. കട, പടം, വടം. അല്ലേ? കട, പടം, വടം. ഈ വാക്കുകളൊക്കെ പറയുന്നത് ഈ ട ഉപയോഗിച്ചിട്ടാണ്. മനസ്സിലായോ? ഇതേതാണ് അക്ഷരം മലയാളത്തിലെ? ട. ഓക്കെ, ഒന്ന് നമുക്ക് എഴുതാം. കണ്ടോ? ട. എന്താണ്? ട. ഏതാണ് അക്ഷരം? ട. ഏതക്ഷരാണ്? ട. നമുക്കൊന്ന് എഴുതാം. കണ്ട? ട. ഇങ്ങനെയാണ് 2 ലൈനിൽ എഴുതുക. കിട്ടിയോ? മനസ്സിലായോ? ഒന്നുകൂടെ എഴുതാം. ട. ട. ഓക്കെ. ട. എന്ന് പറഞ്ഞേ. ട. കിട്ടിയോ? ട. ഓക്കെ ആയില്ലേ? ശ്രദ്ധിച്ചെഴുതണം. വീണ്ടും വീണ്ടും എഴുതി പഠിക്കണം. ഉറക്കെ പറഞ്ഞ് എഴുതി പഠിക്കണം. എന്നാലാണ് മനസ്സിൽ പതിയുള്ളൂ. എന്നാലാണ് അടുത്തതായിട്ട് ടീച്ചർ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ? ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് ശുഭദിനം.